വഴണ്ട് വന്നു. അപ്പോൾ മസാലയും എല്ലാം ഇട്ടു. അതിൽ ഇതായി. അടുത്ത് ഞാൻ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇടണേ. ഉരുളക്കിഴങ്ങ് ഇട്ട് ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. ഇത് പൂരിയുടെ കറിയാണ്. അതാണ് ഇതിനധികം വെള്ളം വേണ്ട. പൂരി മസാല കുറച്ച് വെള്ളം ഉപയോഗിക്കാം. ഒരുപാട് വെള്ളം ഇതിന് വേണം, ആവശ്യമില്ല. ഇതൊന്ന് ഇതായിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാലിൽ ശകലം ഒന്നി കോൺഫ്ലവർ അല്ലെങ്കിൽ ശകലം കടലമാവ് ഒരു സ്പൂണ്. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതാണ്. തേങ്ങാപ്പാലും കൂടെ കലർത്തി അതിലൊഴിക്കണം. ഇത് ശകലം കായപ്പൊടിയും കൂടി തൂറ്റും. ശകലം കായപ്പൊടി. ചേർത്തത് ഞാനിപ്പോൾ ഇതിൽ കായപ്പൊടി ചേർത്തു. അതൊന്ന് തിളച്ച് വറ്റുമ്പോഴത്തേക്ക് ബട്ടർ ചേർക്കും. ഞാൻ കുറച്ച് ബട്ടറും കൂടി ചേർത്താണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ബട്ടർ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത് വേണമെങ്കിൽ മാത്രം ബട്ടർ ചേർത്താൽ മതി. ബട്ടർ ഇല്ലാതെയും ഇത് ചെയ്യാം. നല്ല അടിപൊളി കൂട്ടാനാണ്. ഇത് പൂരിക്കായാണ് ഇങ്ങനെ കട്ടിയിലെടുക്കണത്. ശകലം ഉപ്പ് നോക്കി, ശകലം കൂടി ഉപ്പ് വേണം.